നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ ത്രിവേണിയോണം 2026 വള്ളംകളിയും ഹെലികോപ്റ്റർ ടൂറിസവും പ്രധാന ആകർഷണം. ഓണത്തെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നഗരസഭ. വിവിധ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിൽ. കോതമംഗലം കോടതിയുടേതാണ് ഉത്തരവ്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി. മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓണച്ചന്ത ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗബ്രിയേൽ മോർ ഗ്രിഗോറിയസ് മെത്രോപൊലീത്തയ്ക്ക് സ്വീകരണം നൽകി. റാക്കാട് സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളി. വാങ്ങിപ്പ് പെരുന്നാളിനോടും ശ്രാദ്ധ പെരുന്നാളിനോടും അനുബന്ധിച്ചാണ് സ്വീകരണം. കലാവസന്തം തീർത്ത് ബ്രൈറ്റ് പബ്ലിക് സ്കൂളിലെ അദ്യുക 2026 ഓട്ടൻതുള്ളൽ കലാകാരൻ കുറിച്ചിത്താനം ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ തകർന്ന സ്ലാബുകൾ ജീവന് ഭീഷണി. അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം. മൂവാറ്റുപുഴ പള്ളിക്കവലിൽ നിന്നും കാളച്ചന്ത അക്ബർ റോഡിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഭാഗത്തെ സ്ലാബ് പൂർണ്ണമായും തകർന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. വള്ളംകളിയും ഹെലികോപ്റ്റർ ആകാശ പുഷ്പവൃഷ്ടിയും ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷിക്കാനൊരുങ്ങി മൂവാറ്റുപുഴ നഗരസഭ. നഗരസഭയുടെയും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ത്രിവേണിയോണം 2026 സംഘടിപ്പിക്കുന്നത്. പുഴകൾ ചേരുന്നിടത്ത് ചരിത്രം കിടക്കുന്ന ഓണം എന്ന സന്ദേശവുമായി വള്ളംകളിയും ഹെലികോപ്റ്റർ ആകാശ പുഷ്പവൃഷ്ടിയും ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷിക്കാനൊരുങ്ങി മൂവാറ്റുപുഴ നഗരസഭ. നഗരസഭയുടെയും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ത്രിവേണിയോണം 2026 സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ 27 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, പ്രോഗ്രാം ജനറൽ കൺവീനർ PP എൽദോസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CM ഷുക്കൂർ, P രജിത, അസം ബീഗം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർക്ക് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു രീതിയിൽ നല്ല രീതിയിലുള്ള മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള ഒരു മുനിസിപ്പൽ പാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു DPR ആണ് നമ്മൾ ഇംപ്ലിമെന്റ് സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ നടപ്പാതയും കൂടെ നീട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ അത്തരത്തിൽ അതിന്റെ ഒരു പൂർത്തീകരണമായി കഴിഞ്ഞാൽ അത് മൂവാറ്റുപുഴ ടൂറിസത്തെ റിവർ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് റിവർ ടൂറിസത്തെ കൂടെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ടാണ് നമ്മുടെ ഈ വള്ളംകളി എന്ന് പറയുന്ന വള്ളംകളി മത്സരം ഇവിടെ മൂവാറ്റുപുഴയിൽ വെക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ വള്ളംകളി നടത്തുന്ന അതേ ടീം തന്നെയാണ് ഇവിടെയും വള്ളംകളി നടത്തുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ ടൂറിസവും നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. 27-ാം തീയതിയാണ് നമ്മുടെ ഹെലികോപ്റ്റർ വള്ളംകളിയുടെ ഒപ്പം തന്നെ ഫ്ലവർ ഡ്രോപ്പിംഗ് കൂടെ വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കുറച്ചു പേർക്ക് റൈഡിനുള്ള അവസരങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു ആലോചന സെൻട്രൽ അസംബ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ രാവിലെ 9 മണിക്ക് ഹെലികോപ്റ്റർ വരണം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. അപ്പൊ 9 മണി മുതൽ 2 മണി വരെ ഹെലികോപ്റ്റർ റൈഡിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കുള്ള അവസരം ഉണ്ടായിരിക്കും. പക്ഷേ ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം വന്നിരിക്കുന്ന കോളുകളുടെ എണ്ണം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നിപ്പോ അവരോട് റിക്വസ്റ്റ് ചെയ്തു, തലേ ദിവസം ഇവിടെ ഹെലികോപ്റ്റർ എത്തിക്കാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പോസിബിലിറ്റി ഉള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ് ഹെലികോപ്റ്റർ വരുന്നത്. ത്രിവേണി സാംസ്കാരികമാണ് പല പേരുകൾ പലർക്കും നമ്മൾ കണ്ടു. പക്ഷെ എന്നിരുന്നാലും ഞാനത് വാശി പിടിച്ചു. ത്രിവേണി ഓണം എന്ന് തന്നെയായിരുന്നു. ഏതൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തിരി മിസ്റ്റേക്സ് നല്ലതാണെന്ന് തോന്നി. ഗ്രാമാറ്റിക്കൽ ത്രിവേണി ഓണം എന്നതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ബ്രാൻഡിങ് ആക്കുക എന്നുള്ളതാണ്. മൂവാറ്റുപുഴയുടെ ഓണം അതിനെ ബ്രാൻഡിങ് ആക്കുക എന്നുള്ളതാണ്. ഓരോ മൂവാറ്റുപുഴക്കാരൻ ഒരു പ്രൈഡ് മൂവാറ്റുപുഴ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഈ ഒരു ഓണാഘോഷത്തെ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഓണാഘോഷം തന്നെയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ മത്സരങ്ങളുണ്ട്. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കൺഫർമേഷൻ കുറച്ചധികം മറ്റു ചില കാര്യങ്ങളും കൂടെ സാങ്കേതികതയും കൂടെ ഉണ്ട്. അതിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടുക. ദീർഘകാലത്തിന് ശേഷം നഗരത്തിൽ വീണ്ടും വള്ളംകളി മത്സരം തിരികെ എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രധാന പ്രത്യേകത. വ്യാപാര മേഖലയെ ഉണർത്താനും പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകവും ടൂറിസം സാധ്യതകളും ഉയർത്തിക്കാട്ടാനുമാണ് ഈ ഓണാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് 22-ന് രാവിലെ 10-ന് ടൗൺ ഹാളിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. വിവിധ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ കോതമംഗലം കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. വിവിധ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ കോതമംഗലം കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ പ്രതി അർജുൻ ആയങ്കിയെ തിങ്കളാഴ്ച കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുകയായിരുന്നു.
5 ദിവസത്തേക്ക് അർജുനായിയെ കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 2 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. കോതമംഗലം ഊന്നുകല്ല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയ അർജുൻ അയങ്കിയെ കണ്ണൂരിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ചോദ്യം ചെയ്യലുകൾക്കും തെളിവെടുപ്പുകൾക്കും ശേഷം പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ആ നിലയിൽ സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും സംയുക്ത ഒരു നേതൃത്വത്തിൽ ഇതുപോലുള്ള ഓണ കിറ്റുകൾ അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിതമായ വിലയിൽ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിലൂടെ വിലക്കയറ്റത്തെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. സബ്സിഡി നിരക്കിൽ 15 നിത്യോപയോഗ സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ബാങ്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ജോളി, വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ഡൽമ പോൾ തോട്ടം, ജിൽസൺ ജോസ്, ബാങ്ക് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് VG ഏലിയാസ്, ജീസൺ ജോസ്, AN ശേഖരൻ, സുജ ഷൈനു, സൂസി പാലപ്പുറം, നിഷ സിജോ, ബാങ്ക് സെക്രട്ടറി ലാലി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗബ്രിയേൽ മോർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്തയ്ക്ക് റാക്കാട് സെന്റ് മേരീസ് യാക്കോബേറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ സ്വീകരണം നൽകി. വാങ്ങിപ്പ് പെരുന്നാളിനോടും ശ്രാദ്ധ പെരുന്നാളിനോടും അനുബന്ധിച്ചാണ് സ്വീകരണം നൽകിയത്. റാക്കാട് സെന്റ് മേരീസ് ജേക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടും പള്ളിയുടെ സ്ഥാപക പിതാവായ ഹിദായത്തുള്ള മോർ ഇവാനിയോസ് ബാവയുടെ 332ാം ശ്രാദ്ധ പെരുന്നാളിനോടുമനുബന്ധിച്ച് മൂവാറ്റുപുഴ മേഖല സഹായ മെത്രോപൊലിത്ത നവാഭിഷിക്തനായ ഗബ്രിയേൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സ്വീകരണം നൽകി. പതിനഞ്ചാം തീയതിയിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും 16-ാം തീയതിയിലെ വിശുദ്ധ കുർബാനയ്ക്കും അഭിവന്ദ്യ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 2025-26 വർഷത്തിൽ ഇടവകയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന മാർ ബെസേലിയോസ് പൗലോസ് സെക്കൻഡ് കാത്തോലിക്കോസ് മെമ്മോറിയൽ അവാർഡും സൺഡേ സ്കൂൾ JSSLCക്ക് ഉന്നത വിജയം വരിച്ച കുട്ടികൾക്കുള്ള മോർ അത്താനാസിയോസ് മെമ്മോറിയൽ അവാർഡും മോർ ഇവാനിയോസ് മെമ്മോറിയൽ അവാർഡും കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ മനു ജോണിനും വിശിഷ്ട സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ കരസ്ഥമാക്കിയ ബേസിൽ ചാക്കോയ്ക്ക് മൊമന്റോയും പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം വരിച്ച കുട്ടികളെയും മൊമന്റോ നൽകി ആദരിച്ചു. ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവ, എൽദോ മോർ ബെസേലിയോസ് ബാവ, ഹിദായത്തുള്ള മോർ ഇവാനിയോസ് ബാവ എന്നിവരുടെ തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഖബറിങ്കൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും നടത്തി. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ എൽദോസ് മോളേക്കുടിയൽ, സഹവികാരി ഫാദർ ബേസിൽ പതിയാരത്ത് പറമ്പിൽ, ട്രസ്റ്റുമാരായ ഐസൺ C വർഗീസ്, സുജിത് പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. E1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. E1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന ബ്രൈറ്റ് പബ്ലിക് സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് അദ്വിക 2026 ആരംഭിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ കുറിച്ചിത്താനം ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1-നോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. വരാനിരിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കായുള്ള ഓണാമൃതം എന്ന പേര് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മൂവാറ്റുപുഴ നഗരത്തിൽ തകർന്നു കിടക്കുന്ന സ്ലാബുകൾ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നു. മൂവാറ്റുപുഴ പള്ളിക്കവലിൽ നിന്നും കാളച്ചന്ത അക്ബർ റോഡിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഭാഗത്തെ സ്ലാബ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പ്രദേശത്തുകൂടി വലിയ ഭാരവാഹനങ്ങൾ നിരന്തരമായി കടന്നു പോകുന്നതും പാർക്ക് ചെയ്യുന്നതുമാണ് സ്ലാബുകൾ ഇടിഞ്ഞു വീഴാൻ പ്രധാന കാരണം. ഭാരം താങ്ങാനാവാതെ സ്ലാബുകൾ തകരുന്നത് നിത്യസംഭവമായി മാറിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ദിനംപ്രതി 100 കണക്കിന് ആളുകളും വാഹനങ്ങളും കടന്നു പോകുന്ന പ്രദേശത്താണ് ദുരവസ്ഥ.
വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ഈസ്റ്റ് കടാതി മനയ്ക്കക്കുടിയിൽ പരേതനായ രാമകൃഷ്ണൻ നായരുടെ ഭാര്യ TP ഇന്ദിര 86 നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ മനോജ് R, വിനു MR, മരുമക്കൾ ലേഖ, സിന്ധു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.